ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന നമ്മളെല്ലാവരും വീട് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാത്തിൻ്റെ സ്വപ്നമായിരിക്കും, നമ്മളെല്ലാവരുടെയും സ്വപ്നമായിരിക്കും വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഗേറ്റിൻ്റെ സിസ്റ്റം. എന്നാൽ ഗേറ്റിൻ്റെ സിസ്റ്റം ചെയ്യുന്ന സമയത്ത് അപകടങ്ങളില്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ, അതുപോലെ തന്നെ നമുക്ക് ഗേറ്റിൻ്റെ സിസ്റ്റം, അതായത് ഗേറ്റിൻ്റെ ഫ്രണ്ടിലുള്ള മതിലുകൾ കാര്യങ്ങൾ എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഡിസൈനിങ് നിങ്ങൾ കണ്ടിരിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉപകാരപ്രദമായ ഈ രീതിയിൽ തന്നെ ഗേറ്റ്, അതായത് ഒരുപാട് വെയിറ്റ് വരാത്ത രീതിയിൽ നമുക്ക് രണ്ട് സ്റ്റെപ്പായിട്ട് തിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ചെയ്തിരിക്കുന്ന മെറ്റലിൻ്റെ ബോഡിയിലാണ് ചെയ്തിരിക്കുന്നത്. മെറ്റലിൻ്റെ ബോഡിയിൽ ചെയ്തതിന് ശേഷം അതിൻ്റെ ഉറപ്പിച്ചിരിക്കുന്ന രീതിയും കാര്യങ്ങളും കുറച്ചുകൂടി വ്യത്യസ്തമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗേറ്റ് ഉറപ്പിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഗേറ്റ് നമ്മളിവിടെ പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ഫൈബറിൻ്റെ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇഴകളും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, കുറച്ച് നാളുകൾ കഴിയുന്ന സമയത്ത് ഗേറ്റ് തൂങ്ങിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. തൂങ്ങാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അടയും. അതിനുശേഷം 1-2 വർഷം കഴിയുന്ന സമയത്ത് കറക്റ്റായിട്ട് അടയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു ഗേറ്റിൻ്റെ എൻഡ് മറ്റേ ഗേറ്റിൻ്റെ സെൻറ്ററിൽ ഒന്ന് മുട്ടി നിൽക്കുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പിന്നിൻ്റെ സിസ്റ്റം, അതായത് നമ്മൾ ആദ്യത്തെ ഞങ്ങൾ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഈ ഗേറ്റ് നമ്മളൊന്ന് നോക്കുക. ഇത് അത്യാവശ്യം ലെങ്തി വരുന്ന ഒരു ഗേറ്റാണ്. ഏകദേശം ഒരു മൊത്തം വരുമ്പോൾ ഏകദേശം ഒരു 10 അടിയോളം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, പകുതിയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ തൊട്ടപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം കൂടി വരുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഓരോ പോർഷൻ തന്നെ വന്നിരിക്കുന്നത് 3 അടി വരാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഉറപ്പിച്ചിരിക്കുന്ന രീതി നിങ്ങളൊന്ന് നോക്കുക. ഉറപ്പിച്ചിരിക്കുന്ന രീതി അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് നേരെ തൂക്കിടുന്ന സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും താഴെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, അത് തൂക്കിയല്ല കൊടുത്തിരിക്കുന്നത്, താഴെ കോൺക്രീറ്റിലാണ് ആ ഗേറ്റിൻ്റെ അടിവശം ഉറപ്പിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. നമ്മൾ ഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡ് നമ്മൾ തൂക്കിട്ടാലും ഒരു സൈഡ് നമ്മൾ കറക്റ്റായിട്ട് തൂക്കിട്ടാലും, ഇതിപ്പോൾ വിചാരി പകുതി കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു സൈഡ് നമ്മൾ തൂക്ക് കൊടുത്താലും താഴെ നമ്മൾ ഗേറ്റ് ഉറപ്പിക്കുമ്പോൾ ഇത്രയും ലെങ്തി വരുന്ന ഗേറ്റ് ആയതുകൊണ്ട് ഭാവിയിൽ തൂങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് കുത്തി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് കുത്തി താഴെ ഉരഞ്ഞു നീങ്ങുന്ന ഒരവസ്ഥ കുറേ നാളുകൾക്ക് ശേഷം സംഭവിക്കാം. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് ഏറ്റവും താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന കുറ്റി, ഏറ്റവും താഴെ നമ്മളൊരു കുറ്റി കൊടുത്തിട്ടുണ്ട്. ആ കുറ്റി കൊടുത്തിരിക്കുന്നത് കോൺക്രീറ്റിൽ ആണ് ഉറപ്പിക്കേണ്ടത്, അല്ലാതെ മതിലിനോട് ചേർന്ന് ആ പിന്നിലല്ല ഉറപ്പിക്കേണ്ടത്. പിന്നിൽ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് ഗേറ്റിൻ്റെ വെയിറ്റ് കൊണ്ട് പതുക്കെ തൂങ്ങി താഴെ വന്ന് മുട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുറ്റി കൊടുത്തിരിക്കുന്ന രീതി നമ്മൾ താഴെയാണ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ വെയിറ്റ് ഫുള്ള് താഴെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് താഴേക്ക് തൂങ്ങാനുള്ള ചാൻസസ് ഒരു 99% കുറവാണ്. അതുമാത്രമല്ല സേഫ്റ്റിയും കൂടുതലാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കുറ്റിയാണ്. അതായത് ആദ്യത്തെ കുറ്റി വരുന്നത് നേരെ മുകളിൽ കൊടുത്തു, രണ്ടാമത്തെ കുറ്റി ഏറ്റവും കൊണ്ടാണ് കോൺക്രീറ്റിൽ താഴെ ഉറപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും തൂങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നില്ല, ഗേറ്റ് തൂങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. ഈ കുറ്റി നേരെ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ പിന്നിലല്ല കൊടുത്തിരിക്കുന്നത്, പിന്നിൻ്റെ താഴെ കോൺക്രീറ്റിൽ നിന്നാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അതായത് തൂങ്ങിക്കിടക്കുന്ന സ്ഥിതി, മുകളിൽ മാത്രമേ തൂങ്ങിക്കിടക്കുന്നു, താഴെ സ്പോട്ട് ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും തൂങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. ഈ രണ്ട് സൈഡ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതല്ല നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ രണ്ട് സൈഡും ഈ പറഞ്ഞ രീതിയിൽ മുകളിൽ നിന്ന് തൂക്കിയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഗേറ്റിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് പതുക്കെ തൂങ്ങി അത് രണ്ട് ഗേറ്റുകളും തമ്മിൽ മുട്ടേണ്ട അവസ്ഥ വരും. അതുപോലെ തന്നെ താഴെ മണ്ണിൽ വന്ന് ഇടിക്കേണ്ട അവസ്ഥയും, കട്ടയാണ് വിരിച്ചിട്ട് കട്ടയിൽ വന്ന് ഉരഞ്ഞു നീങ്ങുന്ന ഒരു അവസ്ഥയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നല്ല രീതിയിലുള്ള ഗേറ്റ് ഡിസൈൻ ചെയ്യാം. അതുമാത്രമല്ല ഗേറ്റിൻ്റെ ലെങ്ത്ത് കൂടുതലാണെങ്കിൽ നമുക്ക് അല്ലാതെ ട്രോളി സിസ്റ്റത്തിലുള്ള ലെങ്ത്ത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഇനി അതല്ല രണ്ട് ഗേറ്റ് നമുക്ക് ഫുൾ ടൈം തുറന്നിടേണ്ട ആവശ്യം വരുന്നില്ലെങ്കിൽ നമുക്ക് ഗേറ്റിൻ്റെ പകുതി വെച്ച് വിചാരി വെച്ചതിന് ശേഷം ഇപ്പോൾ ഈ കാണുന്ന ഈ വിചാരി വെച്ചിട്ട് വേണമെങ്കിൽ പകുതി പോർഷൻ ആക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഏരിയ മാത്രം തുറന്നാൽ മതി. ഫുൾ തുറന്നിടേണ്ട ആവശ്യം വരത്തില്ല. വലിയ വാഹനങ്ങളൊക്കെ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറ്റുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ ആവശ്യം പോലും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാർഷ്യലി ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം തന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെയിറ്റുള്ള മെറ്റീരിയൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ജിയുടെ തന്നെ സ്ക്വയർ പൈപ്പുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, അതുമാത്രമല്ല ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പിന്നുകളുടെ ഡിസൈനിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല ഇതിന് മുന്നേ ഞാൻ ഇതുപോലെ തന്നെ ഗേറ്റിന് ഡിസൈൻ ചെയ്തൊരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, അത് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഓക്കെ.